السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم. ബഹുമാന്യരായ പൈതൃകം മീഡിയ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പൊരുത്തത്തിലായി ദീനി ഖിദ്മയിലായി ദീർഘകാലം മുന്നോട്ട് പോകാനുള്ള ആഫിയത്തുള്ള ആയുസ്സും അവസരങ്ങളും നമുക്കോരോരുത്തർക്കും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ, ആമീൻ എന്ന ദുആ ചെയ്തുകൊണ്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ചരിത്ര നാളുകളിലൂടെയുള്ള നമ്മുടെ പ്രഭാഷണത്തിൻ്റെ 11ാമത്തെ ദിവസമാണ് ഇന്ന്. 1926 ജൂൺ 26 സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിക്കുന്നത് വരെയുള്ള ഇസ്ലാമിക ചരിത്രങ്ങളിൽ നിന്ന് കുറേശ്ശെ പറഞ്ഞു തുടങ്ങി. ഇപ്പോൾ നമ്മൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ രൂപീകരണ പശ്ചാത്തലവും അതുപോലെ അതിൻ്റെ ആദ്യ ഭാരവാഹികളെയും സംസാര വിഷയമാക്കിയപ്പോൾ ആ മഹാന്മാരായ നേതാക്കന്മാരുടെ ആദ്യത്തെ ക്യാബിനറ്റ് അംഗങ്ങളുടെ ഭാരവാഹികളുടെ ചരിത്രങ്ങളിൽ നിന്ന് കുറേശ്ശെ പറയുക എന്നതിൻ്റെ ഭാഗമായി 1925 രൂപീകരിച്ച അഡ്ഹോക്ക് കമ്മിറ്റിയുടെ ചെയർമാനെയും കൺവീനറെയും KP അഹമ്മദ് മീറ മുസ്ലിയാർ എന്ന ചെയർമാനെയും ബഹുമാനപ്പെട്ട ഹുസൈൻ സാഹിബിനെയും സെക്രട്ടറിയായി വന്ന കൺവീനറായി വന്ന ഹുസൈൻ സാഹിബിനെയും നമ്മൾ കുറേശ്ശെ പറഞ്ഞു. പിന്നീട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് ബറക്കൽ മുല്ലക്കോയ തങ്ങളുടെ ചരിത്രത്തിൽ നിന്ന് അല്പം നമ്മൾ സംസാരിച്ചു. സമസ്ത കേരള ജമിയത്തുകളുടെ സ്ഥാപക നേതാക്കളിൽ പ്രമുഖനും ആദ്യത്തെ ഉപാധ്യക്ഷനുമായ വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളുമായ മൗലാന AP അഹമ്മദ് കുട്ടി മുസ്ലിയാർ പാങ് മഹാനവറുകളെ നാം പരിചയപ്പെടുത്തി. ഇനി നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിക്കാൻ തന്നെ പിതാവിൻ്റെ സമ്മതത്തോടുകൂടെ മുന്നിട്ടിറങ്ങി രൂപീകരണം യാഥാർത്ഥ്യമാക്കിയപ്പോൾ അതിൻ്റെ ആദ്യത്തെ മുഷാവറയിൽ 2ാമത്തെ വൈസ് പ്രസിഡന്റായി ചുമതലയേറ്റ ബഹുമാനപ്പെട്ട മൗലാന അബ്ദുൽ ബാരി ഉസ്താദ് വാളക്കുളം മഹാനവറുകളുടെ ചരിത്രത്തിൽ നിന്ന് 1-2 കാര്യങ്ങൾ ഇന്ന് സംസാരിക്കുകയാണ്. മറ്റൊരു വൈസ് പ്രസിഡന്റായ KP മുഹമ്മദ് മീറാൻ മുസ്ലിയാരാണല്ലോ ആദ്യത്തെ അഡ്ഹോക്ക് കമ്മിറ്റിയുടെ ചെയർമാൻ. അതുകൊണ്ട് മഹാനവറുകളെ നാം 3 ദിവസം മുമ്പ് ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ മഹാനവറുകൾ അവരുടെ ദറജ അല്ലാഹു തആല വർദ്ധിപ്പിക്കട്ടെ. ഈറോഡിൽ നടന്ന ഖിലാഫത്ത് പ്രസ്ഥാന സമ്മേളനത്തിനെ മറയാക്കി അവിടെ വെച്ച് തന്നെ വഹാബിഷത്തിൻ്റെ ജമിയത്തുൽ ഉലമ രൂപീകരിക്കാൻ വേണ്ടി KM മൗലവിയും KM സീരി സാഹിബും അതുപോലുള്ള ആദ്യകാല വഹാബികൾ ശ്രമം നടത്തിയപ്പോൾ ആ മീറ്റിങ്ങിലെ ഒരു കക്ഷി എന്ന നിലയിൽ കേരളത്തിൽ നിന്ന് പോയ പ്രധാന പണ്ഡിതൻ എന്ന നിലയിൽ KM മൗലവിയും KM സീരി സാഹിബിനെ പോലുള്ള അദ്ദേഹത്തിൻ്റെ ചൂട്ടുപ്രകാരം പ്രവർത്തിക്കുന്നവരും ഒരു ജമിയത്തുൽ ഉലമ നമ്മൾ കേരളത്തിൽ അനിവാര്യമാണ്, നമ്മൾ രൂപീകരിക്കുകയല്ലേ ഈറോഡ് വെച്ച് എന്ന് ചോദിച്ചു. അപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി ഉസ്താദ് പറഞ്ഞു, നമ്മളെക്കാളും പ്രഗത്ഭരായ ആലോചനാ ശക്തിയുള്ള തർബീയത്ത് നൽകിക്കൊണ്ടിരിക്കുന്ന മഹാന്മാരായ പണ്ഡിതന്മാരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. ധൃതി പിടിച്ച് ഇവിടെ വന്നല്ല, കേരളത്തിലെ സംഘടന വിദേശത്ത് വെച്ചല്ലല്ലോ രൂപീകരിക്കേണ്ടത്. നമുക്ക് നാട്ടിലെത്തിയ ശേഷം അങ്ങനെ ഒരു അനിവാര്യ ഘടകമുണ്ടെങ്കിൽ, സ്വാതന്ത്ര്യ സമരത്തിന് അങ്ങനെ ഒരു പണ്ഡിത കൂട്ടായ്മ രൂപീകരിക്കേണ്ടതുണ്ടെങ്കിൽ നമുക്ക് നാട്ടിൽ വെച്ച് ആലോചിക്കാം. നമ്മുടെ ആലിമീങ്ങളെ മശായിഖന്മാരെ തീരുമാനം അതിന് അനിവാര്യമാണെന്ന് പറഞ്ഞു. പക്ഷേ അബ്ദുൽ ബാരി ഉസ്താദിനെ വകവെക്കാതെ വഹാബീസൻ തലൽ കയറിയ മൗലവിമാർ അവിടെ ഉലമാ മജ്ലിസുൽ ഉലമയോ
എന്തൊക്കെയാ കൂട്ടിക്കെട്ടി. അതെല്ലാം പരാജയപ്പെട്ടു. പിന്നീട് അവർ നാട്ടിൽ വന്നു, നിഷ്പക്ഷ സംഘമുണ്ടാക്കി, അതും തകർന്നടിഞ്ഞു. പിന്നെ ഐക്യസംഘമുണ്ടാക്കി. അതിൻ്റെ പേരിൽ പച്ചയായി വഹാബിസം പ്രചരിപ്പിച്ചു. മലബാറിൽ അതിൻ്റെ 3ാം വാർഷിക സമ്മേളനം അഥവാ കോഴിക്കോട് വെച്ച് പ്രഖ്യാപിച്ചപ്പോഴാണ് വഹാബിസത്തിൻ്റെ കടന്നുകയറ്റത്തെ ചെറുക്കാൻ വേണ്ടി 1925 ഒരു കൂടിയാലോചന സമിതിയും പിന്നീട് അതിൻ്റെ ശ്രമഫലമായി 1926 ജൂൺ 26 സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ രൂപീകരിച്ചത്. വരക്കൽ കുമ്മല്ലക്കോയ തങ്ങൾ പ്രസിഡന്റ്, ബഹുമാനപ്പെട്ട പാങ്ങിൽ AP അഹമ്മദ് കുട്ടി മുസ്ലിയാർ വൈസ് പ്രസിഡന്റ്, മറ്റൊരു വൈസ് പ്രസിഡന്റ് KP മുഹമ്മദ് മീറാൻ മുസ്ലിയാർ, വേറൊരു വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി മുസ്ലിയാർ. ഈ മഹാന്മാരെയാണ് തെരഞ്ഞെടുത്ത്. ഇനി വേറെ ഭാരവാഹികളുണ്ട്, നാളെ അതിലേക്ക് നമുക്ക് പോകാം. ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് 3ാമത്തെ വൈസ് പ്രസിഡന്റായ ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി ഉസ്താദിനെയാണ്. ഹിജറ 1298 ജമാഅത്തുൽ ഉഖറ മാസം 21 മഹാനവറുകളുടെ ജനനം. തീയതി ഒരിക്കലൂടെ പറയാം. ഹിജറ 1298 ജമാഅത്തുൽ ഉഖറ 21 ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി ഉസ്താദ് നബറല്ലാഹു മർഖദുവിൻ്റെ ജനനം. മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിനടുത്ത വാളക്കുളത്ത് സൂഫി വര്യനായ ഖാജ അഹമ്മദി എന്ന കോയക്കുട്ടി മുസ്ലിയാരായിരുന്നു പിതാവ്. മഹാനായ പാങ്ങിൽ AP അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഷെഹുന കോയക്കുട്ടി മുസ്ലിയാരെ വീട്ടിൽ പോയി ഈ ജമിയത്തുൽ ഉലമ രൂപീകരിക്കാനുള്ള ആശയം പങ്കുവെച്ചപ്പോൾ പ്രായാധിക്യം കൊണ്ട് കൂടിത്തരാൻ എനിക്ക് പ്രയാസമായതിനാൽ എൻ്റെ മകൻ അബ്ദുൽ ബാരി മുസ്ലിയാരെ നിങ്ങൾ അതിൽ കക്ഷിയാക്കണമെന്ന് പറയുകയും അങ്ങനെ സമസ്തയുടെ രൂപീകരണ സന്ദേശം കേരളത്തിലുടനീളം എത്തിക്കാൻ നേരത്തെ ഉണ്ടാക്കിയ അഡ്ഹോക്ക് കമ്മിറ്റിയോട് കൂടെ പാങ്ങിൽ AP അഹമ്മദ് കുട്ടി മുസ്ലിയാരോട് ഒന്നിച്ച് ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ രംഗപ്രവേശനം ചെയ്ത വിവരം ആ ചരിത്രം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഖാജ അഹമ്മദി എന്ന പേരിൽ പ്രസിദ്ധനായിരുന്ന കോയക്കുട്ടി മുസ്ലിയാരാണ് അവിടുത്തെ പിതാവ്. മഹാനവറുകളിൽ നിന്നാണ് പ്രാഥമിക പഠനവും കരസ്ഥമാക്കിയത്. ഈ കോയക്കുട്ടി മുസ്ലിയാരെ പറ്റി നമുക്ക് 2 വാക്ക് ഇപ്പോൾ ഇവിടെ പറയാം. കഴിഞ്ഞ ദിവസം ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഹിജറാബ്ദം 1275 മക്കയിൽ വഫാത്തായ വാളക്കുളം കാരാട്ടു ഖാദി അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ പുത്രി ഫാത്തിമയായിരുന്നു ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദിൻ്റെ അഥവാ ഖാദിരിയ തരീക്കത്തിൻ്റെയും മറ്റു നിരവധി വഴികളുടെയും ഷെയ്ഖായിരുന്ന ഖാജ അഹമ്മദി എന്ന കോയക്കുട്ടി മുസ്ലിയാരുടെ ഭാര്യ. ഹിജറാബ്ദം 1275 മക്കയിൽ നിര്യാതനായ വാളക്കുളം കാരാട്ട് ഖാദി അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ പുത്രി ഫാത്തിമയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ. അപ്പോൾ നമുക്ക് അബ്ദുൽ ബാരി ഉസ്താദിൻ്റെ പിതാവിനെ മനസ്സിലായി. ഖാജ അഹമ്മദ് കോയക്കുട്ടി മുസ്ലിയാർ, മാതാവ് കാരാട്ട് ഖാദി അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ പുത്രി ഫാത്തിമ. ഈ അബ്ദുറഹ്മാൻ മുസ്ലിയാർ വഫാത്തായത് 1275 മക്കയിൽ വെച്ചാണ്. 25 വർഷം ചേറൂർ ജുമഅത്ത് പള്ളിയിലും പിന്നീട് വാളക്കുളം പള്ളിയിലും ശേഷം നീണ്ടകാലം ദർസ് നടത്തിയ മഹാനാണ് ഖാജ അഹമ്മദ് കോയക്കുട്ടി മുസ്ലിയാർ. 25 വർഷം ചേറൂർ ജുമഅത്ത് പള്ളിയിൽ ദർസ് നടത്തി. പിന്നീട് വാളക്കുളം സ്വന്തം നാട്ടിലെ പള്ളിയിൽ ദീർഘകാലം ദർസ് നടത്തി. വലിയ ആബിദും ദാക്കിറുമായി കഴിഞ്ഞുകൂടിയ ഖാജ അഹമ്മദ് കോയക്കുട്ടി മുസ്ലിയാർ ഖാദിരിയ തരീക്കത്തിൻ്റെ ഷെയ്ഖും നിസ്തുലനായ ആധ്യാത്മജ്ഞാനിയുമായിരുന്നു. വലിയ സൂഫി വര്യനായിരുന്നു എന്നർത്ഥം. അബ്ദുൽ ബാരി മുസ്ലിയാർക്ക് പുറമെ അഹമ്മദ് മുസ്ലിയാർ, കുഞ്ഞിപ്പോക്കർ മുസ്ലിയാർ, അബ്ദുറഹ്മാൻ മുസ്ലിയാർ, അഹമ്മദ് കുഞ്ഞി മുസ്ലിയാർ എന്നീ ആൺമക്കളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. 6 തവണ നോക്കൂ, ഏത് കാലത്താണ് ഇപ്പം 6 തവണ ഹജ്ജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഒരു സൗകര്യമില്ലാത്ത അക്കാലത്ത് 6 പ്രാവശ്യം മഹാനവർ ഹജ്ജ് നിർവഹിച്ചിട്ടുണ്ട്. കോയക്കുട്ടി മുസ്ലിയാരുടെ അഥവാ അബ്ദുൽ ബാരി ഉസ്താദിൻ്റെ പിതാവ് കോയക്കുട്ടി മുസ്ലിയാരുടെ ആത്മീയ ഗുരു പരപ്പനങ്ങാടി ഔക്കോയ മുസ്ലിയാരായിരുന്നു.
മക്കയിൽ നിന്ന് ഷെയ്ഖ് അബ്ബാസ് ബിൻ സയ്യിദ് മുഹമ്മദ് റിദ്വാൻ എന്നവരിൽ നിന്ന് ഇജാദത്ത് വാങ്ങുകയും അതുവഴി ധാരാളം പേർക്ക് ബഹുമാനപ്പെട്ട കോയക്കുട്ടി മുസ്ലിയാർ ഇജാദത്ത് നൽകുകയും ചെയ്തിരുന്നു. 1348 ജമാദുൽ ഉഖറ 20-നാണ് ഖാജ അഹ്മദ് കോയക്കുട്ടി മുസ്ലിയാർ എന്ന അബ്ദുൽ ബാരി ഉസ്താദിൻ്റെ പിതാവ് വഫാത്തായത്. അവിടുത്തെ ദറജ അല്ലാഹു തആല വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. വാളക്കുളം ജുമാഅത്ത് പള്ളി ഖബർസ്ഥാനിലാണ് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത്. വഫാത്താകുമ്പോൾ അദ്ദേഹത്തിന് 88 വയസ്സ് പ്രായമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രിയപുത്രനായി ജനിച്ച അബ്ദുൽ ബാരി മുസ്ലിയാർ പ്രാഥമിക പഠനമെല്ലാം പിതാവിൽ നിന്ന് തന്നെ കരസ്ഥമാക്കി. പിന്നീട് അക്കാലഘട്ടത്തിലെ മറ്റു ഇജാദത്ത് ലഭിക്കുന്നതിന് ദർസ് നടത്താനും ഓതിക്കൊടുക്കാനുമുള്ള സമ്മതം കിട്ടാനുമൊക്കെയായി ഖാജ അഹമ്മദ് കോയക്കുട്ടി മുസ്ലിയാർ എന്ന പിതാവ് നിർദ്ദേശപ്രകാരം അക്കാലഘട്ടത്തിൽ അറിയപ്പെട്ട ഒട്ടേറെ മഹാന്മാരെടുത്ത് പോയി ഓതുകയും അവരെ ശിഷ്യത്വം സ്വീകരിക്കുകയും ഇജാദത്ത് വാങ്ങുകയും ചെയ്ത ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി മുസ്ലിയാർ ഹിജറ 1316 വെല്ലൂർ ബാക്കിയാത്തിൽ എത്തിയത്. 1316 ബാക്കിയാത്തിൽ എത്തുന്നത്. പിന്നീട് 1321 ബിരുദം നേടി. ശേഷം നാദാപുരം മുഹമ്മദ് സിറാസി, കോടഞ്ചേരി അഹമ്മദ് മുസ്ലിയാർ, പൊന്നാനി ചെറിയ അവറാൻകുട്ടി മുസ്ലിയാർ പോലുള്ള ഇങ്ങനെയുള്ള ഒരുപാട് പ്രധാന ഉസ്താദുമാരിൽ നിന്ന് കിതാബ് ഓതിപ്പടിച്ച മഹാനവറുകൾ നീണ്ടകാലം വെല്ലൂരിൽ തങ്ങി താമസിച്ച് പഠിച്ച് ബിരുദം നേടി. പിന്നീട് നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം കോഴിക്കോട്, അയ്യായം, താനാളൂര്, വളവന്നൂര്, അതുപോലെ രണ്ടത്താണിക്കടുത്ത കാനഞ്ചേരി മുതലായ സ്ഥലങ്ങളിലെല്ലാം ദർസ് നടത്തിയിട്ടുണ്ട്. 1921 മുതൽ 40 വർഷം സ്വന്തം ദേശമായ വാളക്കുളത്തും ദർസ് നടത്തുകയുണ്ടായി. സ്വന്തം നാട്ടിലാണ്. പിതാവിനെ പോലെ തന്നെ ഏകദേശം 40 വർഷക്കാലം. നേരത്തെ നമ്മൾ ഒരുപാട് മഹല് പറഞ്ഞു, ഒന്നുകൂടി അത് പറയാം. ആ മഹല് കോഴിക്കോട്, അയ്യായം, താനാളൂര്, വളവന്നൂർ, കാനഞ്ചേരി ഇവിടെയൊക്കെ ദർസ് നടത്തിയ ശേഷം ഏകദേശം 1946 വഫാത്താകുന്നത് വരെയും നീണ്ട 40 വർഷക്കാലം സ്വന്തം നാടായ വാളക്കുളം മഹാനവറുകൾ ദർസ് നടത്തി. സമസ്ത കേരള ജമിയത്തുൽ ഉലമ 926 ജൂൺ 26 പിറന്നു വീണപ്പോൾ അതിൻ്റെ വൈസ് പ്രസിഡന്റായി ചുമതലയേറ്റ മഹാനവറുകൾ 20 കൊല്ലക്കാലം സമസ്തയുടെ ബഹുമാനപ്പെട്ട പാങ്ങിൽ 1926 ജൂൺ 26 സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകൃതമായപ്പോൾ വൈസ് പ്രസിഡന്റ് ചുമതലയേറ്റ ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി ഉസ്താദ് 1966 ബഹുമാനപ്പെട്ട പാങ്ങിൽ AP അഹമ്മദ് കുട്ടി മുസ്ലിയാർ വഫാത്തായ ശേഷം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അധ്യക്ഷ സ്ഥാനത്തെത്തുകയും 20 കൊല്ലത്തോളം മഹാനവറുകൾ സമസ്തയെ നയിക്കുകയും ചെയ്തു. പ്രസിഡന്റായി തുടർന്നു എന്നർത്ഥം. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രധാന നാഴികക്കല്ലുകളൊക്കെ മഹാനവറുകളുടെ കാലത്താണ് പൂർത്തിയാക്കിയതും അതുപോലെ തന്നെ പലതും തുടക്കം കുറിച്ചതും. വലിയ സമ്പന്നനായിരുന്നു പിതാവ്. അതുകൊണ്ട് തന്നെ മകനും നല്ല സമ്പന്നനായിരുന്നു. തൻ്റെ കാശുകളെല്ലാം അദ്ദേഹം ദീനിനു വേണ്ടി, പ്രത്യേകിച്ച് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും വിദ്യാഭ്യാസ ബോർഡിൻ്റെയും പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു എന്ന് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. 1946 പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്ത് വീട്ടിൽ വന്ന ശേഷം മഹാനവറുകൾ തൻ്റെ കയ്യിലുള്ള ക്യാഷ് എണ്ണി നോക്കി അതിൽ നിന്ന് 2 ലക്ഷം ഉറുപ്പിക സമസ്തൻ്റെ മീറ്റിങ്ങുകൾക്ക് ചെലവഴിക്കാൻ വേണ്ടി നീക്കിവെച്ചു എന്നും മാത്തോട്ടം മുഹമ്മദ് കോയ സാഹിബ് എഴുതിയ വാളക്കുള അബ്ദുൽ ബാരി ഉസ്താദിന്റെ ചരിത്ര ലേഖനങ്ങളിൽ നിന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും വിദ്യാഭ്യാസ ബോർഡിൻ്റെയും മിക്ക യോഗങ്ങളും
വീട്ടിൽ വെച്ച് അബ്ദുൽ ബാരി ഉസ്താദിൻ്റെ വീട്ടിൽ വെച്ചാണ് ചേരാറുള്ളത്. വളരെ ഇപ്പുറം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റായി വഫാത്തായ ഷെയ്ഖുന നൂറുൽ ഉലമ MA ഉസ്താദ് SYSൻ്റെ പ്രവർത്തകർക്ക് അദ്ദേഹം ഒരു ക്ലാസ് എടുത്തപ്പോൾ അവിടെ ഞങ്ങളെപ്പോലുള്ള SYSൻ്റെ പ്രവർത്തകന്മാർക്ക് ചിന്തിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ അദ്ദേഹം പറയുകയുണ്ടായി. 1940 കാലഘട്ടം മുതലേ എനിക്ക് അബ്ദുൽ ബാരി ഉസ്താദിനെ നേരിട്ടറിയാമെന്നും അദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ ഖാദിരിയ തരീഖത്തിൻ്റെ ഇജാസത്ത് വാങ്ങിയതെന്നും ഞാൻ ആദ്യമായി എഴുതിയ റഹ്മത്തുൽ ആലമീൻ എന്ന പ്രവാചകൻ്റെ മദീ പറയുന്ന പുസ്തകത്തിന് അദ്ദേഹമാണ് അവതാരിക എഴുതുന്നതെന്നും എല്ലാം പറഞ്ഞ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ MA ഉസ്താദ് നവ്വറല്ലാഹു മർക്കദഹു ഞങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം കൊണ്ടുവരികയുണ്ടായി. നോക്കൂ, ഈ കാലത്ത് ആധുനിക മൊബൈലുകളുണ്ട്. അബ്ദുൽ ബാരി ഉസ്താദിൻ്റെ കാലത്ത് ലാൻഡ് ഫോൺ പോലും എവിടെയാണുള്ളത്? എന്നിട്ടല്ലേ മൊബൈൽ. ഇന്ന് നിങ്ങൾക്ക് മൊബൈൽ ഉണ്ടായതുകൊണ്ട് ഈ കൺവെൻഷനിൽ ഇപ്പം എത്ര ആളുകളുണ്ട്? ഇതിൽ നിന്നൊരു 100 പേര്, ഒരു 10 പേർക്ക് ദീനിൻ്റെ സന്ദേശം നിങ്ങളെ മൊബൈലിലൂടെ അയക്കാൻ തീരുമാനിച്ചാൽ 1 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എത്ര 1000 മനുഷ്യരിലേക്ക് ആ സന്ദേശം എത്തിക്കാൻ കഴിയും? നിങ്ങൾ ആലോചിക്കണം. അല്ലാഹു നിങ്ങൾക്ക് ചെയ്ത നിഅമത്ത്. MA ഉസ്താദ് തുടരുകയാണ്, എന്നെപ്പോലുള്ള പ്രവർത്തകർ ക്ലാസ് എടുക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാനൊക്കെ പ്രവർത്തനം തുടങ്ങിയ കാലഘട്ടത്തിൽ മീറ്റിംഗ് കൂടാൻ ഓഫീസില്ല, വിവരങ്ങൾ അറിയിക്കാൻ മാർഗമില്ല, വിളിച്ചു പറയാൻ ഫോണില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു കാലത്ത് എൻ്റെ കുട്ടിക്കാലത്ത് പോലും 5 പൈസക്ക് കിട്ടിയിരുന്ന തപ്പാൽ കാർഡ് ഇപ്പോൾ ഉണ്ടോ എന്ന് പോലും നമുക്കാർക്കും അറിയില്ല. MA ഉസ്താദ് പറയാണ്, ആ കാർഡിൽ കുറിപ്പ് വരും വീട്ടിലേക്ക്, ഇന്ന ദിവസം ഇന്ന സമയത്ത് അബ്ദുൽ ബാരി ഉസ്താദിൻ്റെ വീട്ടിൽ മീറ്റിംഗ് എന്ന്. ഞാൻ എവിടുന്നാണ് പോകേണ്ടത്? കൈക്കോട്ട് കടവിൽ നിന്ന്. കാസർഗോഡ് കൈക്കോട്ട് കടവെന്ന കുഗ്രാമത്തിൽ നിന്ന് അവിടെ ട്രെയിൻ നിർത്തുകയില്ല. ട്രെയിൻ നിർത്താൻ പിന്നീട് കുറേ അപ്പുറം പോകണം. അവിടുന്ന് ട്രെയിൻ കയറി പരപ്പനങ്ങാടിയിൽ ട്രെയിൻ എത്തും. ഇന്നത്തെ മാതിരി ആധുനിക ട്രെയിനൊന്നുമില്ല. പരപ്പനങ്ങാടി ഇറങ്ങിയാൽ പരപ്പനങ്ങാടിയിൽ നിന്ന് ചെമ്മാട്, തിരൂരങ്ങാടി, കക്കാട്, വെന്നിയൂർപറമ്പ്, കോയിച്ചന, എടരിക്കോട്, അങ്ങനെ നടന്ന് ചിലപ്പോൾ ഏതെങ്കിലും വണ്ടി കിട്ടിയെന്ന് വരും, അല്ലെങ്കിൽ നടക്കുക തന്നെ. എടരിക്കോടിൽ നിന്ന് അന്ന് വാഹനം ഓടാത്ത, ബസ്സോട്ടമില്ലാത്ത ഒരു സ്ഥലമാണ് വാളക്കുളം. അവിടെ എത്തി ക്ഷീണിച്ച് മുഷിഞ്ഞ് വിയർത്തൊലിച്ച് മഹാനായ അബ്ദുൽ ബാരി ഉസ്താദിൻ്റെ ഹദറത്തിൽ എത്തിയാൽ കുടിക്കാൻ വെള്ളം കിട്ടും, ചായ കിട്ടും, വിശന്ന് പരിഞ്ഞിട്ടുണ്ടാവും, ഭക്ഷണം കിട്ടും. പിന്നീട് യോഗം കഴിഞ്ഞ് അന്ന് അവിടെ തങ്ങി തീരുമാനങ്ങൾ എടുത്ത് പിറ്റേന്ന് ഇതേ റൂട്ടിൽ കുവത്തുൽ ഇസ്ലാമിലോ ആണെന്ന് പഠിപ്പിക്കുന്നത് അവിടെ എത്തി ദർസുമായി മുന്നോട്ട് പോകണം. എന്നിട്ട് വേണം ഈ തീരുമാനം പ്രവർത്തകന്മാരെ തപ്പാൽ വഴി അറിയിക്കാൻ. എന്നിട്ടും ഇവിടെ ദീൻ നിലനിർത്തിയിട്ടുണ്ട് നമ്മുടെ പൂർവീകർ. ഇന്ന് നിങ്ങളെ കയ്യിലുള്ള മൊബൈലിലാണ് ലോകമുള്ളത്. ഇന്ന് ലോകം മൊത്തം നിങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുകയാണ്. എന്നിട്ട് നിങ്ങളെ പ്രവർത്തനത്തിൽ ഇന്നത്തെ രീതി എങ്ങനെയാണ് എന്ന് MA ഉസ്താദ് ചോദിക്കുകയുണ്ടായി. അവിടുത്തെ ദർജ അല്ലാഹു തആല വർദ്ധിപ്പിക്കട്ടെ. അപ്പം നമുക്ക് മോട്ടിവേഷൻ തരാൻ വേണ്ടി ഷെയ്ഖുനാ നൂറുൽ ഉലമ MA ഉസ്താദ് പരിചയപ്പെടുത്തുന്നത് ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി ഉസ്താദിനെയായിരുന്നു. മഹാനവറുകൾ ആ വീട്ടിലാണ് യോഗങ്ങളൊക്കെ നടത്തിയിരുന്നത്. അതിൻ്റെ ചെലവിലേക്കാണ് 2 ലക്ഷം ഉറുപ്പിക പ്രസിഡൻ്റായ സമയത്ത് അന്നത്തെ 2 ലക്ഷം 946 2 ലക്ഷത്തിൻ്റെ മൂല്യം എത്രയായിരിക്കും ശ്രോതാക്കളെ? അത് താൽക്കാലികമായി എടുത്തു വെച്ചതാണ്. അങ്ങനെ പണം ദീനിനു വേണ്ടി കൊടുത്തു. അതുപോലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ
ആദ്യകാലത്ത് 1929 കാലത്ത് ആരംഭിച്ച അൽബയാൻ പത്രം പാങ്ങിൽ AP അഹമ്മദ് കുട്ടി മുസ്ലിയാരും ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി ഉസ്താദും കൂടിയാണ് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. ഇടയ്ക്കത് നിന്ന് പോയെങ്കിലും അത് പ്രിന്റിങ് ചെയ്യാനുള്ള അന്നത്തെ ഭാരിച്ച ചെലവ് അത് പ്രയാസമായതുകൊണ്ട് ഇടയ്ക്ക് നിന്നപ്പോൾ സ്വന്തം കാശ് ഉപയോഗിച്ച് പുതുപ്പറമ്പിൽ സ്ഥാപിച്ച പ്രിന്റിംഗ് പ്രസ്സിനാണ് അതിൻ്റെ പബ്ലിഷറായിക്കൊണ്ട് അതിൻ്റെ ലേഖകനും എല്ലാമായിക്കൊണ്ട് കാലങ്ങളോളം അൽബയാൻ നിലനിർത്തിയത് സ്വന്തം കാശ് കൊണ്ടായിരുന്നു എന്നാണ്. അതുപോലെ മഹാനവറുകൾ 1951 മസ്ജിദുൽ ബാരി നിർമ്മിക്കുകയും 1962 മൗലവിയ കോളേജ് സ്ഥാപിക്കുകയും ചെയ്തു. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ പ്രഥമ യോഗം ചേർന്നത് മഹാനവറുകളുടെ വീട്ടിൽ വെച്ചായിരുന്നു. മഹാനവറുകൾ അതിനുവേണ്ടി ആദ്യം സംഭാവന കൊടുത്ത വ്യക്തിയാണ്. ഇൻഷാ അല്ലാഹ് വിദ്യാഭ്യാസ ബോർഡിൻ്റെ ചരിത്രത്തിലേക്ക് വരുമ്പോൾ ആ കണക്ക് നമുക്ക് വെക്കാം, ആ കണക്ക് നമുക്ക് പറയാം, ആ ചരിത്രത്തിൽ അല്പം നമുക്ക് സൂചന നൽകാം. ഇന്ന് പലതിൻ്റെയും അവകാശവാദം പലരുടെയും ചുമലിലിടുകയാണ് പലരും. എന്നാൽ ഇതിൻ്റെയൊക്കെ യഥാർത്ഥ ചരിത്രത്തിൽ കിടക്കുമ്പോൾ വ്യവസ്ഥാപിതമായ മദ്രസ പ്രസ്ഥാനം തുടങ്ങേണ്ടതിൻ്റെ അനിവാര്യത ആദ്യമായി ഒരു തൂലികയായി എഴുതി സമസ്തയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ MA ഉസ്താദാണ്. അത് പ്രകാരമാണ് സമസ്ത അത് ചർച്ച നടത്തിയത്. അങ്ങനെയാണ് അതിനൊരു സമിതി ഉണ്ടാക്കിയത്. ആ സമിതി ആദ്യമായി യോഗം ചേർന്നത് ബഹുമാനപ്പെട്ട വാളക്കുള അബ്ദുൽ ബാരി ഉസ്താദിൻ്റെ വീട്ടിലാണ്. അവിടെ വെച്ച് അവിടെ കൂടിയ ആളുകൾ ഒരണയും രണ്ടണയും അതിലേറെ പൈസ അബ്ദുൽ ബാരി ഉസ്താദും എടുത്തുകൊണ്ടാണ് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഇൻഷാ അല്ലാഹ് അത് വിദ്യാഭ്യാസം കൊണ്ട് ചരിത്രം പറയുമ്പോൾ നമുക്ക് ബാക്കി കാര്യം അവിടെ പറയാം. അങ്ങനെ എല്ലാ രംഗത്തും ഇല്ലായ്മയിൽ നിന്ന് ഈ പ്രസ്ഥാനത്തെ കെട്ടിപ്പടുത്ത വലിയ പ്രഗത്ഭനായ നേതാവാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി ഉസ്താദ്. മഹാനവറുകൾക്ക് ധാരാളം കൃതികളുണ്ട്. പത്രപ്രസിദ്ധീകരണങ്ങൾ, ലേഖനമെഴുതുക, സുന്നത്തി ജമാഅത്തിന്റെ പ്രസക്തി തെളിയിക്കുന്ന പുസ്തകങ്ങൾ ഇറക്കുക മാത്രമല്ല അദ്ദേഹം ചെയ്തത്. അദ്ദേഹം വിവിധ കിതാബുകൾ രചിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. വലിയ ഭാഷാ കഴിവുള്ള ആളായിരുന്നു. ഇംഗ്ലീഷ്, അറബി, തമിഴ്, ഉറുദു, പാർസി ഇങ്ങനെയുള്ള ഭാഷകളൊക്കെ നന്നായി കൈകാര്യം ചെയ്യാനുള്ള വലിയ കഴിവുള്ള ബഹുഭാഷാ പണ്ഡിതനായിരുന്നു. മറ്റ് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ പോലെ തന്നെ ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി നബ്ബറല്ലാഹു മർക്കദു ഉസ്താദ് അവറുകളും. മഹാനവറുകളുടെ സ്വഭാവത്തെപ്പറ്റി പല ചരിത്രകാരന്മാരും വലിയ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. വിനയത്തിലും സൽസ്വഭാവത്തിലും അദ്ദേഹത്തിൻ്റെ വ്യക്തിബന്ധങ്ങളിലുള്ള പ്രത്യേക വിശേഷാൽ ഗുണങ്ങളും അവർ വളരെ സുദീർഘമായി എഴുതിയിട്ടുണ്ട്. മാത്തോട്ടം മുഹമ്മദ് കോയ അതൊക്കെ ഒപ്പിയെടുത്ത മാതിരി അദ്ദേഹം ലേഖനങ്ങളാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മഹാനവറുകൾ ധാരാളം കിതാബുകളും രചിച്ചിട്ടുണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചു. സ്വന്തം സമ്പത്തും ആരോഗ്യവും ദീനിനായി ഒഴിഞ്ഞുവെച്ച മാതൃകാ ജീവിതത്തിൻ്റെ ഉടമയായ, മാത്രമല്ല അന്നൊക്കെ തൻ്റെ യുവത്വത്തിൻ്റെ പ്രസരിപ്പുള്ള കാലഘട്ടമാണല്ലോ, അതെല്ലാ മഹാനവറുകളും ദീനിനു വേണ്ടി ചെലവഴിച്ചു. സിഹാഹുശൈഖൈനി, ജമ്മുൽ ബാരി, അൽ മുതഫരിദ് ഫിൽ ഫിഖ്, അൽ വസീലത്തുൽ ഉളുമ, അൽ മൗലിദുൽ മങ്കൂസ്, സിറാത്തുൽ ഇസ്ലാം തുടങ്ങി ഇന്ന് ലഭ്യമായ ഗ്രന്ഥങ്ങളാണ്. അതൊക്കെ മഹാനവറുടെ കുത്തുബുഖാനയിലുള്ള ഗ്രന്ഥങ്ങളാണ്. ലഭ്യമല്ലാത്ത എത്രയോ ഗ്രന്ഥങ്ങൾ, അന്നത്തെ ലഘുലേഖകൾ, കൈപ്പുസ്തകങ്ങൾ, വലിയ പുസ്തകങ്ങൾ അതൊക്കെ വേറെയുണ്ട്. കിതാബുകൾ തന്നെ നോക്കൂ. അവിടുത്തെ കൈപ്പടി കൊണ്ട് എഴുതിയ സിഹാഉശൈഖൈനി, ജംഉൽ ബാരി, അൽ മുതഫരിദ് ഫിൽ ഫിഖ്, അൽ വസീലത്തുൽ ഉളുമ,
അൽ മൗലിദുൽ മങ്കൂസ്, സിറാത്തുൽ ഇസ്ലാം തുടങ്ങി നിരവധി ബൃഹത്തായ ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. മഹാനായ അബ്ദുൽ ബാരി ഉസ്താദ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് എന്ന നിലയിലും വൈസ് പ്രസിഡന്റ് എന്ന നിലയിലും ദീർഘകാലം സേവനം ചെയ്തപ്പോൾ അതൊരു ആലങ്കാരിക സേവനമായിരുന്നില്ല, ആലങ്കാരിക പദവിയേൽക്കലായിരുന്നില്ല. ശരീരവും പണവും ആരോഗ്യവും തൻ്റെ സമയവും എല്ലാം സമസ്തയ്ക്ക് വേണ്ടി മഹാനവറുകൾ നീക്കിവെച്ചു. ബഹുമാനപ്പെട്ട അവർ വാളക്കുളത്തെ സമ്പന്നനായ കോഴിക്കോടൻ കുട്ടി ഹസൻ എന്നിവരുടെ പുത്രി ആയിഷക്കുട്ടിയായിരുന്നു ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി ഉസ്താദിൻ്റെ ആദ്യത്തെ ഭാര്യ. നെല്ലിപ്പറമ്പ് ഓടക്കൽ കാളി മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ എന്നിവരുടെ പുത്രി ആസിയായിരുന്നു രണ്ടാമത്തെ ഭാര്യ. അതുപോലെ തന്നെ കക്കാട് കല്ലിങ്കൽ കുടുംബത്തിൽ നിന്ന് മക്കി ഉമ്മ എന്ന പേരിലുള്ള ഒരു മഹദിയെയും അവർ കല്യാണം കഴിച്ചിരുന്നു. കോട്ടൂർ വടക്കേ പാലശ്ശേരി കുടുംബത്തിൽ നിന്നും തൻ്റെ ഉസ്താദായ കോടഞ്ചേരി അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ മകളെയും മഹാനവറുകൾ വിവാഹം ചെയ്തു. ചുരുക്കത്തിൽ മഹാനവറുകൾ ഒരേ സമയത്തല്ല, ഓരോ ആദ്യത്തെ ഭാര്യ മരണപ്പെട്ട ശേഷം ഇങ്ങനെ 7 വിവാഹം മഹാനവറുകൾ ചെയ്തെങ്കിലും ഒന്നിലും സന്താന ഭാഗ്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തൻ്റെ സമ്പത്തുകൾ മൊത്തം പിതാവ് വഴിക്ക് കിട്ടിയതും താൻ വഴിക്കുണ്ടാക്കിയതുമായ മൊത്തം സ്വത്ത് എന്ന് തന്നെ പറഞ്ഞാൽ തെറ്റാവുകയില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഇശാഅത്തിന്, അതിൻ്റെ വളർച്ചയ്ക്ക്, അതിൻ്റെ വികസനത്തിന്, അതിൻ്റെ പത്രമാസികകളുടെ നടത്തിപ്പിന്, അതിലെ യോഗത്തിന് വരുന്നവർക്ക് ഭക്ഷണം നൽകുക, വണ്ടിക്കൂലി നൽകുക, സമ്മേളനങ്ങൾ നടത്താൻ, വിദ്യാഭ്യാസ ബോർഡിന് പിരിവ് കൊടുക്കാൻ, പുസ്തകം അച്ചടിക്കാൻ കാശില്ലാതാവുമ്പോൾ സഹായിക്കാൻ, ഇങ്ങനെ അദ്ദേഹം പണം ചെലവഴിച്ചു. ആ പണമെല്ലാം അദ്ദേഹം ദീനിന് വേണ്ടി ചെലവഴിച്ചു. മാത്രമല്ല മഹാനവറുകൾ അതിവിശാലമായ ഖുത്ബുഖാൻ മൗലവിയ ഖുത്ബുഖാനെയും സ്ഥാപിച്ചു. 1000കണക്കിന് ഗ്രന്ഥങ്ങൾ അതിൽ അദ്ദേഹം ഒരുമിച്ച് കൂട്ടുകയുണ്ടായി. തൻ്റെ പുസ്തകങ്ങൾക്ക് കിതാബുകൾക്ക് പുറമെ, താൻ എഴുതിയുണ്ടാക്കിയ കിതാബുകൾക്ക് പുറമെ. അങ്ങനെ മഹാനവറുകൾ എന്നും ഈ പ്രസ്ഥാനത്തിൻ്റെ അഭിവന്യ ഗുരുവായി മഹാനവറുകൾ പോറ്റിച്ചു. 1951 മസ്ജിദുൽ ബാരി സ്വന്തം ചെലവിൽ നിർമ്മിച്ചു. 1962 മഹാനവറുകൾ മൗലവിയ കോളേജ് സ്വന്തം നാട്ടിൽ സ്ഥാപിച്ചു. അങ്ങനെ മഹാനവറുകൾ ഈ പ്രസ്ഥാനത്തിനെ നന്നായി വളർത്തിയെടുത്ത ശേഷമാണ് നമ്മളോട് വിട പറഞ്ഞത്. അർഹമുർറാഹിമായ മലിക്കുൽ ജബ്ബാറായ റബ്ബ് അദ്ദേഹത്തിൻ്റെ ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അർഹമുർറാഹിമായ റബ്ബ് അദ്ദേഹം ചെയ്ത സകല ഖിദ്മകളും മഹാനവറുകൾക്ക് അള്ളാഹു ഖബർ ജീവിതത്തിൽ നേരം പോക്കാക്കി കൊടുക്കട്ടെ. മഹാനവറുകളെ സുംറയിലായി സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ മഹാനെപ്പോലുള്ള നേതാക്കന്മാർ നേർവരയായി നമ്മുടെ വരച്ച് കാണിച്ചു തന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയങ്ങൾക്കും ആദർശങ്ങൾക്കും വേണ്ടി നന്നായി യത്നിക്കാനുള്ള ആയുസ്സും ആഫിയത്തും അവസരങ്ങളും നമുക്ക് അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. ആമീൻ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.